KSRTC എന്ന് പറയുന്നത് തനിയെ നിന്നുപോകും. ഒരു നിലയിലും മുന്നോട്ട് പോകാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത്. UDF ഭരണകാലത്ത് ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്ന ആര്യാടൻ മുഹമ്മദ് പറഞ്ഞതാണിത്. ജനങ്ങളുമായി ഏറ്റവും അധികം ബന്ധപ്പെട്ട് നിൽക്കുന്ന പൊതുമേഖലാ സ്ഥാപനമായ KSRTCയെ, നമ്മുടെ സ്വന്തം ആനവണ്ടിയെ UDF എങ്ങനെയാണ് കൈകാര്യം ചെയ്തിരുന്നതെന്നറിയാൻ ഈ മന്ത്രിയുടെ പ്രതികരണം മാത്രം കണ്ടാൽ മതി. ഈ KSRTC എന്ന് പറയുന്നത് തനിയെ നിന്നേക്കും എന്ന് ഞാൻ നിയമസഭയിൽ പറഞ്ഞു. അത് യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം. ആര്യാടൻ മാത്രമല്ല, തിരുവഞ്ചൂരും VS ശിവകുമാറും N ശക്തനുമൊക്കെ UDF കാലത്ത് മാറി മാറി KSRTCയെ സേവിച്ച് ഒരു വഴിയാക്കിയതാണ്. സ്വകാര്യ ബസ് മുതലാളിമാരിൽ നിന്ന് അച്ചാരം വാങ്ങി KSRTCയെ കട്ടപ്പുറത്താക്കിയത് UDF ഭരണകാലത്താണ്. അത് എങ്ങനെയാണെന്നല്ലേ? അഴിമതി, ധൂർത്ത്, കെടുകാര്യസ്ഥത. KSRTC തകർച്ചയിൽ നിന്ന് തകർച്ചയിലേക്ക് കൂപ്പുകുത്തി. ലാഭത്തിനുപരി സാമൂഹ്യ സേവനം എന്ന നിലയിൽ കൂടിയാണ് KSRTC മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ സാമ്പത്തിക സഹായം കോർപ്പറേഷന് അനിവാര്യമായിരുന്നു. എന്നാൽ UDFന്റെ ഭരണകാലത്ത് KSRTCക്ക് സഹായം നിഷേധിക്കപ്പെട്ടു. ബസ്സുകൾ കട്ടപ്പുറത്തായി. സർവീസുകൾ വെട്ടിക്കുറച്ച് യാത്രക്കാരെ കൊള്ളയടിക്കാൻ സ്വകാര്യ മേഖലയ്ക്ക് അവസരം നൽകി. സ്പെയർ പാർട്സ് വാങ്ങുന്നതിൽ അഴിമതി, KSRTCയുടെ കണ്ണായ ഭൂമി കൈകാര്യം ചെയ്യുന്നതിൽ കെടുകാര്യസ്ഥത, ബസ് സ്റ്റാൻഡുകളിൽ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ പണിതത് പല സ്ഥലങ്ങളിലും ഉപയോഗശൂന്യമായി കിടക്കുന്നു. കഴിവുള്ള ഉദ്യോഗസ്ഥരുടെ മനോവീര്യം തകർത്ത് അവരെ നിർവീര്യമാക്കി. ഇത്തരത്തിൽ പൊതുഗതാഗത മേഖലയെ മുച്ചൂടും മുടിച്ചു. UDF ഭരണകാലത്ത് ഓരോ വർഷവും 600 കോടി രൂപയുടെ നഷ്ടമാണ് KSRTCക്ക് ഉണ്ടായത്. 2011 മുതൽ ഭരിച്ച ഉമ്മൻചാണ്ടി സർക്കാർ 2016 ഇറങ്ങുമ്പോൾ KSRTCയുടെ കടം 3144 കോടി രൂപയായി. KSRTCയുടെ കടവും ബാധ്യതയും ഇല്ലാതാക്കാൻ ക്രിയാത്മകമായ നടപടികൾ കൈക്കൊള്ളുന്നതിന് പകരം ടിക്കറ്റിൽ സെസ് ഏർപ്പെടുത്തി സാധാരണക്കാരായ യാത്രക്കാർക്കുമേൽ അമിതഭാരം അടിച്ചേൽപ്പിക്കുകയായിരുന്നു UDF സർക്കാർ ചെയ്തത്. ഇനി 2016 അധികാരത്തിലെത്തിയ LDF സർക്കാർ ചെയ്തതോ? KSRTC നഷ്ടത്തിൽ നിന്ന് കരകയറ്റാൻ ക്രിയാത്മകമായ ഇടപെടലാണ് LDF സർക്കാർ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ശ്രമിച്ചത്. KSRTCയോടുള്ള സമീപനത്തിൽ ഈ സർക്കാരിന്റെ മാറ്റം വിശദമായി പറഞ്ഞുതരാം. UDF സർക്കാർ 2011-16 കാലത്ത് 5 വർഷം കൊണ്ട് നൽകിയത് 1220 കോടി രൂപയാണ്. എന്നാൽ 2016 മുതൽ ഇതുവരെയുള്ള 2 LDF സർക്കാരുകൾ KSRTCക്ക് നൽകിയതാകട്ടെ 11,787 കോടി രൂപ. ദീർഘദൂര സർവീസുകൾ കാര്യക്ഷമമാക്കുന്നതിന് KSRTCക്ക് സ്വിഫ്റ്റ് പോലെയുള്ള സർവീസുകൾ വന്നു. ടിക്കറ്റ് ബുക്കിങ്ങിന് എൻ്റെ KSRTC നിയോ ആപ്പ്, ടിക്കറ്റ് എടുക്കാൻ ട്രാവൽ കാർഡ്, വിദ്യാർത്ഥികൾക്കുള്ള കൺസെഷൻ കാർഡ് സ്മാർട്ടാക്കി തുടങ്ങി അടിമുടി ഡിജിറ്റലൈസേഷൻ കൊണ്ടുവന്നു. യാത്രാ ഫ്യൂവൽ പമ്പുകൾ, ഡ്രൈവിംഗ് സ്കൂൾ പദ്ധതി, ഷോപ്പിംഗ് കോംപ്ലക്സുകൾ, കൊറിയർ സർവീസ്, ഇത്തരത്തിലെല്ലാം ടിക്കറ്റ് ഇതര വരുമാനം വർദ്ധിപ്പിച്ചു. ജീവനക്കാരുടെ ശമ്പളവും പെൻഷനുമൊക്കെ 1-ാം തീയതി തന്നെ നൽകി. ഇത് ജീവനക്കാരിൽ ആത്മവിശ്വാസം കൂട്ടി. ഇതിന്റെ ഫലമാണ് KSRTC പ്രതിദിന കളക്ഷനിൽ പുതിയ റെക്കോർഡ് ഇട്ടത്. 2025 ഓണാവധി കഴിഞ്ഞ ദിവസം 10.19 കോടി രൂപ കളക്ഷൻ നേടി KSRTC പുതുചരിത്രം എഴുതി. കൂടാതെ ആധുനിക സൗകര്യങ്ങളോടുകൂടിയുള്ള ആഡംബര ബസ്സുകൾ വാങ്ങി. യാത്രക്കാർക്ക് മെച്ചപ്പെട്ട യാത്രാ സൗകര്യമൊരുക്കി. രാജ്യത്ത് ലഭ്യമായതിൽ ഏറ്റവും ആഡംബര ബസ്സുകളിലൊന്നായ വോൾവോ 9600 SLX വാങ്ങുന്ന ആദ്യ സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനായി KSRTC മാറി. തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ നഗരക്കാഴ്ച എന്ന പേരിലും മൂന്നാറിലും സ്ഥലം കാണുന്നതിനും ഡബിൾ ഡെക്കർ ബസ്സുകൾ അവതരിപ്പിച്ചു. ഇതിനൊപ്പം ക്യാൻസർ രോഗികൾക്ക് സൂപ്പർ ഫാസ്റ്റ് ഉൾപ്പെടെയുള്ള സർവീസുകളിൽ സൗജന്യ യാത്രയൊരുക്കിയും KSRTC സമൂഹത്തോടുള്ള പ്രതിബദ്ധത വിളിച്ചോതി. ബസ്സിൽ കയറുന്ന കുട്ടികൾക്ക് ഗിഫ്റ്റ് ബോക്സ് സമ്മാനമായി നൽകിയും ബജറ്റ് ടൂറിസത്തിന് പ്രത്യേകം ബസ് ഇറക്കിയും KSRTC അടിമുടി മാറുകയാണ്. തീരാ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിയ UDF കാലത്ത് നിന്ന് KSRTC എന്ന നമ്മുടെ സ്വന്തം ആനവണ്ടി ടോപ്പ് ഗിയറിൽ മുന്നോട്ട് കുതിക്കുകയാണ്.